ഹായ്, എല്ലാവർക്കും നമസ്കാരം. ടേസ്റ്റ് വിത്ത് മൈൻഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു കിഡിലൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ഡയറ്റൊക്കെ ചെയ്യുന്നവർക്കും എക്സസൈസൊക്കെ ചെയ്ത് ഡയറ്റ് ചെയ്യുന്ന ആളുകൾക്കും മസിൽ പെരുപ്പിക്കുന്ന ആളുകൾക്കൊക്കെ പറ്റിയ ഒരു സൂപ്പർ ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിന് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ചെറുപയറാണ്. ചെറുപയർ ഞാനിവിടെ മുളപ്പിച്ചിട്ട് എടുത്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ തലേ ദിവസം തന്നെ വെള്ളത്തിലിട്ടിട്ട് ഒരു തുണിയിലോ എന്തെങ്കിലുമൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് മുളച്ച് കിട്ടും. അപ്പോൾ നല്ലോണം മുള വന്നു കഴിഞ്ഞാൽ അത്രയും നല്ലതാണ് കേട്ടോ. പിന്നെ വേണ്ടത് ചെറിയുള്ളിയാണ്. ചെറിയുള്ളി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക. എന്നാലും ഒരു പിടി ചെറിയുള്ളി എടുത്താൽ മതി. ഒരു പിടി പയറാണെങ്കിൽ ഒരു പിടി ചെറിയുള്ളി എടുക്കുക. പിന്നെ വേണ്ടത് മല്ലിയില. അപ്പോൾ മല്ലിയിലയ്ക്ക് പകരം കറിവേപ്പിലയോ മല്ലിയിലയോ എന്തൊക്കെ ഇലയോ നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് അതൊക്കെ ഇടാം. പിന്നെ കുറച്ച് ക്യാരറ്റ്, പിന്നെ കുറച്ച് നമ്മുടെ ക്യാബേജ്, പിന്നെ ഒരു 3-4 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. ഇത്രയാണ് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്കിതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചെറുപയറും അതുപോലെ പച്ചമുളകും പിന്നെ ഉണ്ടായിരുന്ന ഇഞ്ചിയും ഉള്ളിയും എല്ലാം കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അത് നമുക്ക് ആദ്യം ഒന്ന് അരച്ചെടുത്തിട്ട് വരാം അല്ലേ. ഇപ്പോൾ ഇങ്ങനെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഇത്ര അരഞ്ഞാൽ പോരെ, നല്ലോണം അരഞ്ഞ് കിട്ടണം. അപ്പോൾ അതിനൊരു 2-3 സ്പൂണ് വെള്ളം ഒഴിച്ചാൽ മതിയാവും. ഒരുപാട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ലൂസായി പോയിട്ട് ചിലപ്പോൾ നമുക്ക് നന്നായിട്ട് കിട്ടത്തില്ല. അതുകൊണ്ട് കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. പിന്നെ ഉള്ളിക്കകത്തൊക്കെ നല്ലോണം വെള്ളം ഉണ്ടാവുമല്ലോ. ചെറുപയറാണെങ്കിൽ മുളപ്പിച്ച് കഴിയുമ്പോൾ വെള്ളം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് വെള്ളം ഒഴിക്കരുത്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതുപോലെ നന്നായി അരച്ചെടുക്കാം. എന്നിട്ട് ആ അരച്ചെടുത്തതിന് നമുക്കൊരു ബൗളിലോട്ട് മാറ്റണം. എന്നിട്ട് ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം. നമ്മൾ ആദ്യം അരയ്ക്കാൻ നേരത്ത് നമ്മൾ ഉപ്പൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്കിപ്പോൾ ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. എല്ലായിടത്തും നന്നായിട്ട് പിടിക്കുന്നത് പോലെ ഇളക്കിയെടുക്കണം. ഇതുപോലെ ഇളക്കിയെടുക്കുക. പിന്നെ അടുപ്പ് കത്തിച്ചിട്ട് നമുക്കൊരു നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാൻ എടുത്ത് അടുപ്പിൽ വെച്ച് കൊടുക്കാം. ഒരു അല്പം എണ്ണ ഒഴിച്ചിട്ട് ഓയിൽ എന്തെങ്കിലും ഒഴിച്ചിട്ട് ഇങ്ങനെ ഒന്ന് നന്നായിട്ട് ദോശയൊക്കെ നമ്മൾ പരത്തി കൊടുക്കുമല്ലോ അതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം. നൈസായിട്ട് വേണമെങ്കിൽ ഉണ്ടാക്കാം, കുറച്ച് കട്ടിയായിട്ട് വേണമെങ്കിൽ ഉണ്ടാക്കാം. അപ്പോൾ ഞാനിപ്പോൾ ശകലം ഒരു കട്ടിയിലാണ് പരത്തുന്നത്. കാരണം ചിലപ്പോൾ എങ്ങാനും വിട്ടുപോയാലോ എന്ന് കരുതിയിട്ട്. ഇത് അധികം നമ്മൾ വേറൊന്നും ചേർക്കുന്നില്ലല്ലോ, വെറും ചെറുപയർ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാനങ്ങനെ ഇച്ചിരി കട്ടിയിൽ പരത്തിയതാണ്. പിന്നെ സൈഡിലൊക്കെ നമുക്കൊരിച്ചിരി ഓയിലാക്കി കൊടുക്കണം കേട്ടോ. പിന്നെ വെറുതെ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരല്പം നമ്മുടെ ക്യാരറ്റ് ഇട്ട് കൊടുത്തോന്നേ ഉള്ളൂ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്, എങ്ങനെ വേണമെങ്കിലും ഇടാം കേട്ടോ. ഞാനപ്പോൾ ചുമ്മാ ഇങ്ങനെ ഒരു ഡെക്കറേഷനൊക്കെ ഇരിക്കട്ടെ, കളർഫുള്ളായിട്ടിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണ്. അപ്പോൾ നന്നായിട്ട് നമുക്ക് മൊരിഞ്ഞ് കിട്ടും. ഒരു മീഡിയം തീയിലിട്ടാൽ മതി. മേൽഭാഗമൊക്കെ നന്നായിട്ട് ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിങ്ങനെ കാണുന്ന സമയത്ത് കുറച്ച് സോഫ്റ്റ് ആയിട്ടിരിക്കുമെങ്കിലും മേൽഭാഗമൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്കങ്ങ് എടുക്കാം. എന്നിട്ട് നമുക്കൊരു പ്ലേറ്റിലോട്ട് ആക്കി കൊടുക്കാം അല്ലേ, വെച്ച് കൊടുക്കാം. യെസ്. ഇനി അടുത്തതും കൂടെ നമുക്കിതുപോലെ തന്നെ ഒന്ന് പരത്തിയെടുക്കണം. നമ്മൾ ദോശയ്ക്ക് പരത്തുന്ന പോലെ തന്നെ അങ്ങ് പരത്താം. പിന്നെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. അതായത് ഞാനിപ്പോൾ ഇവിടെ ക്യാരറ്റും പിന്നെ ക്യാബേജ് ഇട്ട് കൊടുക്കുന്നുണ്ട്, മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ. അതൊരു കളർഫുള്ളും പിന്നെ അതുപോലെ തന്നെ നല്ലതാണല്ലോ. ക്യാരറ്റൊക്കെ എത്ര കഴിച്ചാലും നല്ലതാണല്ലോ. ഇതിന് പകരം നിങ്ങൾക്ക് ബീട്രൂട്ട് യൂസ് ചെയ്യാം. പിന്നെ നമ്മളുടെ ഉരുളക്കിഴങ്ങ് വേണമെങ്കിൽ പുഴുങ്ങിയിട്ട് അതിനെ ഒന്ന് സ്മാഷ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ കഴിക്കാം. അപ്പോൾ ഉരുളക്കിഴങ്ങ് എന്നൊക്കെ പറയുമ്പോൾ ഈ ഡയറ്റൊക്കെ ചെയ്യുന്നവർക്ക് കാർബ് കുറച്ച് കൂടുതലുണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് ഇത് ചെയ്യാത്തത്. അതൊന്നും കുഴപ്പമില്ല, നല്ല എക്സസൈസൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതൊക്കെ കഴിക്കാം. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു മുട്ടയൊക്കെ ഉടച്ചിട്ട് എന്താ പറയുക, അതൊക്കെ ഒരു ഓംലേറ്റ് ആക്കി എടുത്തിട്ടോ അല്ലെങ്കിൽ പൊരിച്ചെടുത്തിട്ടോ ഇതിൻ്റെ മുകളിൽ വെച്ച് ഇതുപോലൊന്ന് മടക്കിയിട്ട് അങ്ങനെയും കഴിക്കാം കേട്ടോ. അത് നല്ല ടേസ്റ്റായിരിക്കും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ സോഫ്റ്റായിട്ട് വേണ്ട, കുറച്ചൊന്ന് മൊരിഞ്ഞിരിക്കണം എന്ന് വിചാരിക്കുകയാണെങ്കിൽ അപ്പുറം ഇപ്പുറമൊക്കെ ഒന്ന് മറിച്ചിട്ട് നല്ലോണം മൊരിച്ചെടുത്തതിന് ശേഷം അതിനകത്ത് എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് നമുക്ക് കഴിക്കാം കേട്ടോ. അപ്പോൾ എല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് മാറ്റി മറിച്ചൊക്കെ ചെയ്ത് കഴിക്കാം. നല്ല സൂപ്പർ ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ വളരെ എളുപ്പമല്ലേ ഇത്, രാവിലെ എഴുന്നേറ്റ് തയ്യാറാക്കാൻ പറ്റിയ നല്ല എളുപ്പമായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റും കൂടിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ.
ഓക്കെ, അപ്പോൾ നമുക്കിത് ടേസ്റ്റ് ചെയ്യാം. ഞാനിത് കഴിക്കുന്നതാണ്. സൂപ്പർ, ശരിയായിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. ഇപ്പോൾ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ട. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.